ലക്ഷദ്വീപിലേക്ക് കേരളത്തിൽ നിന്നൊരു സീപ്ലെയിൻ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കേരള മാധ്യമങ്ങളും ടൂറിസം പേജുകളും വൻതോതിൽ പ്രൊമോട്ട് ചെയ്ത ഒരു വാർത്തയാണിത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലക്ഷദ്വീപ് ഒരു തുടക്കം മാത്രമാണ്. ഇനിയും ഒട്ടനവധി ദ്വീപുകളുണ്ട്, ഒട്ടനവധി യാത്രാ മാർഗങ്ങളുണ്ട്. ഇതിലെല്ലാം ഏവിയേഷൻ ഇൻഡസ്ട്രിയും സീപ്ലെയിനിന്റെയും സാധ്യത വളർന്നുകൊണ്ടിരിക്കെ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ പൈലറ്റുമാരുടെ ആവശ്യകതയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷദ്വീപ് കേരള സീപ്ലെയിൻ പദ്ധതി പ്രാവർത്തികമാകുമ്പോൾ സത്യത്തിൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ വളർച്ച കൂടിയാണ് നമ്മൾ മുന്നോട്ട് കാണേണ്ടത്. ഇനി നമുക്ക് സീപ്ലെയിനിലേക്ക് വരാം. കേരളവും ലക്ഷദ്വീപുമായുള്ള ആരോഗ്യം, ടൂറിസം, ഗതാഗത മേഖലകൾ മെച്ചപ്പെടുത്തുന്നതിനും ഈ ബന്ധങ്ങൾ കുറച്ചധികം ദൃഢപ്പെടുത്തുന്നതിനും വേണ്ടി ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തൊരു പ്ലാനാണ് കേരള ലക്ഷദ്വീപ് സീപ്ലെയിൻ പദ്ധതി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഏവിയേഷൻ മിനിസ്ട്രിയും ഒട്ടനവധി രാജ്യങ്ങളും കുറച്ചു കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ച എന്താണെന്നാൽ സീപ്ലെയിനും റീജിയണൽ എയർക്രാഫ്റ്റുകളും പോലെയുള്ള ചെറുകിട വിമാനങ്ങളുടെ സാധ്യതകളെ കുറിച്ചാണ്. അതായത് ഏവിയേഷൻ ഇൻഡസ്ട്രിക്ക് ഇനി വേണ്ടത് CPL ഹോൾഡേഴ്സ് ആയ പൈലറ്റുമാരെയാണ്. പറഞ്ഞു വരുന്നത് വരും കാല ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് പൈലറ്റ് വേക്കൻസികൾ വരും എന്നതാണ്. കേവലം +2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നേടിയെടുക്കാവുന്ന ഒരു ഹൈ പ്രൊഫൈൽ ജോബാണ് പൈലറ്റ് എന്ന് പറയുന്നത്.